ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമൊക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാണിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കൊക്കെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ആ ഒരു കമൻറ്റ് മൈൻഡ് ചെയ്യാത്ത ഞാനാണ് കേട്ടോ അപ്പോൾ ഹോം ടൂറായിട്ട് വന്നിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണതെന്ന്. അല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോണത്. എൻ്റെ വീടിൻ്റെ ഹോം ടൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ബോർഡ് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ഭിത്തിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചിങ്ങാണ്ട് ഒന്ന് പൊട്ടിയൊക്കെ ഇട്ടുങ്ങാണ്ട് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യണമെങ്കിൽ. അതിനി എന്നത്തെ കാലത്താണോ എന്നോ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ എന്തെങ്കിലും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഹോം ടൂർ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ വീടെന്ന് പറയുന്നൊരു സ്വപ്നം എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മുടെയൊക്കെ സൗകര്യത്തിനനുസരിച്ചും നമ്മുടെയൊക്കെ സാമ്പത്തികത്തിനനുസരിച്ചും അള്ളാഹു താല നമുക്കൊക്കെ വീട് വെക്കാനുള്ളൊരു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോണത്. വഴിയും വെള്ളം എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോണത്. വലിയ വലിയ ഫ്ലാറ്റും വില്ലയൊക്കെ പണിയുന്ന ആൾക്കാർക്ക് ഇത് വെറും നിസ്സാരമായിരിക്കും. പിന്നെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ സ്വത്തോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളോ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലുള്ള വീട് ഒരുപാട് മനസ്സുകൾക്കൊക്കെ ഇടം നൽകുന്ന ഒന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. സൈഡിൽ ഇത് ചെറിയൊരു പച്ചക്കറിയും കൃഷികളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത്താത്തയുടെ കലാവിരുദ്ധാണ് കേട്ടോ ഇത് മൊത്തം. പിന്നെ ഇതേ ബാക്കിൽ മഞ്ഞൾ ഇരിക്കുന്നുണ്ട്. മഞ്ഞളൊക്കെ നമുക്ക് വിളവെടുക്കാനായണേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇതേ ഭാവിയിലേക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് 3-4 കവുങ്ങൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കറിവേപ്പിലയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേ മൈലാഞ്ചിയുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടൊരു ചാമ്പയുണ്ട്. എല്ലാം അടുത്തടുത്താണ് കേട്ടോ. ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അതിവിടെ 2 കാന്താരി, വലിയ കാന്താരി നിൽപ്പുണ്ട്. പക്ഷേ ഇലകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് വരുവാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലും ഇനി അടിയിൽ നിന്ന് പൊടിച്ച് വന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടും ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തേക്ക് ഇഷ്ടം പോലെ ചെടിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്താത്ത ഇവിടെ ഇല്ലാത്ത കാരണം തന്നെ അതൊന്നും കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് കിടക്കാനും വെള്ളം ഒഴിക്കാനും വളം ഇടാനും എല്ലാത്തിനും പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ എല്ലാം ഇതിങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇതിവിടെ അലോവേറ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മുളകിൻ്റെ തൈ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബാക്ക് വശമാണ്. അതിൻ്റെ ബാക്കിലാണെങ്കിലും വിറക് അലക്കുകല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബാക്കിലാണ് കേട്ടോ വന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു പൈനാപ്പിൾ ഇതാത് നട്ടേക്കണയാണ് കേട്ടോ. അപ്പോൾ ഇതും അവൾ ആക്കിക്കണതാണ്. ഈ ഭാഗത്തൊക്കെ കുരങ്ങൾക്കൊക്കെ ശല്യം കൂടുതലായതുകൊണ്ട് തന്നെ അവളിതേ ഈ മുള്ളിൻ്റെ കമ്പ് വെച്ചിങ്ങാണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വച്ചെടുത്തേക്കണത്. കാരണം കുരങ്ങ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് പറിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിയാണ് അതിൻ്റെയാണ് കേട്ടോ. പിന്നെ പുറത്തു തന്നെ ബാത്റൂം ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വന്നത്. പുറത്ത് തന്നെ നമുക്ക് കാല് കഴുകിയിട്ട് കയറാനും വെള്ളം എടുക്കാനും എല്ലാത്തിനും ഒരു സൗകര്യത്തിന് ഇവിടെ ഒരു വാഷിംഗ് ബേസ് പൈപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കല്ലും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുന്നതിന് ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നൊന്നും ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു വീഡിയോ എടുത്തു, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞും തന്നെ കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇരിക്കാനായിട്ട് ചെറിയൊരു ഇരിപ്പിടം ഇവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ. ചാരുപടിയായിട്ടൊന്നുമില്ല കേട്ടോ. സൈഡൊന്നും കൊടുക്കാതെ തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പും അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതേ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ. ഈ വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം ഒരുപാട് വർഷത്തെ ഒരു അധ്വാന ഫലമാണ് കേട്ടോ ഈ വീടെന്ന് പറയുന്നത്. കുറഞ്ഞ മാസങ്ങളെ കൊണ്ടോ അതല്ലെങ്കിൽ 1-2 വർഷങ്ങളെ കൊണ്ട് ചെയ്തെടുത്തേക്കണേയല്ല. കറക്റ്റ് എത്ര വർഷമാണെന്ന് പോലും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. 2012 ഞാനിത് ഈ സൈഡിലൊരു ഫോട്ടോ കൊടുത്തേക്കാം. ആ ഒരു വീടായിരുന്നു കേട്ടോ 2012 അവർക്കുണ്ടായ വീട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 2024 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വീടിന് ഇങ്ങനെ ഒരു മാറ്റം വന്നു കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ വീടിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഫുള്ളും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പണിയുള്ളതെന്ന്. അപ്പോൾ മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ സെൻട്രൽ ഹാളിലേക്കാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതേ വാതിലും ഒക്കെ ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം മരത്തിൻ്റെയാണ് കേട്ടോ. ഫർണിച്ചർ ഫുള്ളും മരത്തിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് കയറി ചെല്ലുമ്പോൾ ഇതേ ഹാളിലെ സോക്കീസൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവിടേക്ക് ഇനി ഗ്ലാസ്സൊക്കെ ഇട്ടും കണ്ട് എന്തെങ്കിലും മോഡലും വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും അതിനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാളിൽ ഇരിക്കാനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ബെഡ്റൂം. ഇതിൽ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. മാസ്റ്റർ ബെഡ്റൂം എന്നൊന്നും പറയാനില്ല, രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് ഈ ഭാഗത്ത് ജനലിന് കർട്ടൻ ഇട്ടിട്ടില്ല. അത് ആ ഒരു കളറ് ചെന്നപ്പോൾ കിട്ടാത്തത് കാരണം ആ ഒരു കളർ ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തേക്കണെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഭിത്തിയലമാരയ്ക്കും ഡോറൊക്കെ പിടിപ്പിക്കാനുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് നേരെ വരുന്നത് സെൻട്രൽ ഹാളിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെൻട്രൽ ഹാളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. റൂമിലേക്കൊക്കെ പോണതും കോമൺ ആയിട്ടുള്ള ബാത്റൂമും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അപ്പുറത്താണ് ഡൈനിങ് ഹാളുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് സ്റ്റെയർ കേസ് ഇതേ മുകളിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ സെറ്റപ്പാണ് കേട്ടോ. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നല്ലൊരു ബാത്റൂം തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പുറത്തും ഒരു ബാത്റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇൻവെർട്ടറും ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഡോറൊക്കെ പിടിപ്പിക്കണം കേട്ടോ. പിന്നെ മറ്റേ ഒരു ബെഡ്റൂം ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിത്തിയലമാരിക്കൊരു ഡോർ പിടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ വീട് കാണിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അത് കാരണം കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ കട്ടിലേക്ക് കിടത്തിയേക്കാണ്. പിന്നെ നമ്മൾ ലിൻഡിൽ വാർത്ത ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മുകളിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ഒരു റാക്കും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ റൂമിൽ മാത്രമല്ല അപ്പുറത്തെ റൂമിൽ നമുക്ക് ആ ഒരു സൗകര്യമുണ്ട്. പിന്നെ നമ്മുടെ ഭിത്തിയലമാരയിൽ നമുക്ക് ഇവിടെ ഡോർ പിടിപ്പിക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നേരെ സെൻട്രൽ ഹാളിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. ആർച്ചിൻ്റെ അപ്പുറം ഇപ്പുറം ചെറിയ 2 ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് അവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതേ ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഹാള്, ഡൈനിങ് ടേബിൾ, ഊണുമേശയും സ്റ്റൂളും ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് കൈ കഴുകാനായിട്ട് ഒരു വാഷിംഗ് ബേസിനുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു ക്ലോക്കും ഇവിടെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ടേബിളും പിന്നെ ഇവിടെ വാഷിംഗ് ബേസിൻ്റെ ആ ഒരു ടൈലും പിന്നെ നമുക്ക് അവിടെ കൈ തുടയ്ക്കാനായിട്ട് വെച്ച കർച്ചീഫും എല്ലാം ഏകദേശം ഒരു പച്ച കളറിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വാഷിംഗ് ബേസിൻ്റെ താഴെയായിട്ട് ഇതേ ചെറിയൊരു സ്റ്റോറേജും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കാണാത്ത രീതിയിൽ നമുക്ക് ഇവിടേക്ക് ഒളിപ്പിച്ച് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ അതെവിടെ സന്തൂർ മമ്മിയുടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കഴുകണ ബ്രഷ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവിടെ ഇറക്കി എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്റ്റോറേജ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷിംഗ് ബേസിൻ്റെ അവിടെ വലിയൊരു കണ്ണാടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറയിൽ അതിനകത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനൊരു കണ്ണാടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേട്ടാണ് കേട്ടോ ഇറങ്ങണത്. അപ്പോൾ നമുക്ക് താഴെ തന്നെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അവിടെയും ഡോർ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പാത്ര സ്റ്റാൻഡ് നമ്മൾ അതുകൊണ്ടാണ് അടുപ്പിനറയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റും ഡോറൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് വെക്കാനൊക്കെ ആയിട്ട് അവിടെയും സൗകര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയ്ക്കാണെങ്കിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് കേട്ടോ. നമുക്കിവിടെ എല്ലാത്തിനും ഡോർ പിടിപ്പിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡോർ പിടിപ്പിക്കാനുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഭിത്തിയല്ല കൊടുത്തിട്ടുള്ളത്, ഗ്രില്ലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, നല്ല വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോർ റൂം നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജും ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഈ ഭിത്തിയിൽ ഉണ്ടോ ഈ വാൾപേപ്പർ പോലെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളമോ കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടച്ച് കഴുകിയെടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഇതിവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ഈ ഒരു വാൾപേപ്പർ കണ്ട് നല്ല നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളത് ഇവിടെയും ഡോറൊക്കെ പിടിപ്പിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വാൾപേപ്പർ നമ്മൾ ഈ ഒരു ഭിത്തിക്ക് ഗ്യാപ്പ് ഇട്ട് അവിടെയൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ റാക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടൈല് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കിത് കഴുകി തുടച്ചെടുക്കാനായിട്ട് പറ്റും. സ്പെഷ്യലായിട്ടൊന്നും ഫ്രിഡ്ജിലില്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കി വെക്കണില്ല കേട്ടോ. പിന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, മുൻവശത്ത് മുറ്റം കിടക്കും പോലെ തന്നെ ഒരുപാട് സ്പേസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ പരിസരമൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കട്ടെ. അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.